ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അറബിക് സ്പെഷ്യൽ ഡിഷായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. മാക്രോണി ചിക്കൻ പോള. ഞാനിവിടെ ചിക്കൻ്റെ കുറച്ച് ബ്രസ്റ്റ് പീസസ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. അത് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചിക്കൻ പീസസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി. ഇതേ സെയിം മസാലയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ്റെ രണ്ട് സൈഡും മറിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഇനി ഇതൊന്ന് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. അടുത്തതായി പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി അതിലേക്ക് തന്നെ 2.5 സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സവാളയൊക്കെ നമുക്കിനി ഒന്ന് വാട്ടിയെടുക്കണം. ഓവറായിട്ട് വാട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതും ഈ സമയത്ത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്കൊക്കെ നല്ല ഒരു റെഡ് കളർ ഉണ്ടാകും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഒന്നുകൂടെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. ഇനി മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കം ആണ്. ഞാനൊരു പകുതി ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മാക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 1.5 കപ്പാണ് മാക്രോണി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, മാക്രോണി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറുതായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മാക്രോണിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് കോരി മാറ്റാം. അപ്പോൾ മാക്രോണിയൊക്കെ ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാക്രോണി ചിക്കൻ കേക്കിനുള്ള മിക്സ് നമുക്ക് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മസാലയും പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പോള ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പോള സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ മസാല തയ്യാറാക്കിയ അതേ പാനിലാണ് പോള ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിൽ നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാക്രോണിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ ഒഴിച്ച ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാം ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് നമുക്ക് വെച്ച് കൊടുക്കണം, എയർ ടൈറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഓപ്പൺ ആക്കി പോള കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അത് ഞാനിവിടെ ഒരു കത്തി എടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊട്ടും ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, അടിഭാഗം കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ അതാ നമ്മുടെ അറബിക് സ്പെഷ്യൽ ഡിഷായ മാക്രോണി ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റമദാനൊക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താറിനൊക്കെ ഇത് ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പി ആയിട്ട് ഇനിയും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.